سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا بني آدم خذوا زينتكم عند كل مسجد وكلوا واشربوا ولا تسرفوا إنه لا يحب المسرفين. ബഹുമാന്യരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികൾ, പരമദയാലുവായ പടച്ചവന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ നീല മേഖലകളിലും കഴിവിന്റെ പരമാവധി പാലിച്ചുകൊണ്ട് അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് നല്ല വിശ്വാസികളായിക്കൊണ്ട് ജീവിക്കണമേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. സർവശക്തനായ റബ്ബ് അവന്റെ തൃപ്തി സമ്പാദിച്ചുകൊണ്ട് ജീവിച്ചു മരിക്കാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ റമദാൻ ഇൻഷാ അല്ലാഹ് അടുത്ത വ്യാഴാഴ്ച കടന്നു വരികയാണ്. ബുധനാഴ്ച സൂര്യൻ അസ്തമിച്ച് 50 മിനിറ്റോളം കേരളത്തിലെ ചക്രവാളത്തിലുള്ളത് കൊണ്ടും വ്യാഴാഴ്ച റമദാൻ ഒന്നായിരിക്കുമെന്ന് ആമുഖമായി സൂചിപ്പിക്കുകയാണ്. വിശുദ്ധ റമദാൻ നമുക്കറിയാം, പുണ്യങ്ങളുടെ പൂക്കാലം എന്നാണ് അതിനെ കുറിച്ച് പറയാറ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷവും ആനന്ദവും തരുന്ന ഒരു മാസമാണ് റമദാൻ. റമദാനിന്റെ ആനന്ദം എന്താ എന്ന് ചോദിച്ചാൽ, കൂടുതൽ സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള വലിയൊരു അവസരമാണ്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിരിക്കുന്ന ആ തെറ്റുകുറ്റങ്ങൾ പടച്ചവനോട് ഇസ്തിഗ്ഫാർ നടത്തുവാനുള്ള വലിയ ഒരു അവസരമാണ് വിശുദ്ധ റമദാൻ. മാത്രവുമല്ല, വിശ്വാസികൾ ചെയ്യുന്ന സൽപ്രവർത്തനത്തിന് മറ്റു മാസങ്ങളിൽ ഉള്ളതിനേക്കാൾ പ്രതിഫലം നൽകപ്പെടുന്ന ഒരു മാസം കൂടിയാണ് വിശുദ്ധ റമദാൻ. വിശുദ്ധ ഖുർആനിന്റെ അവതരണത്തിന്റെ മാസമാണ് വിശുദ്ധ റമദാൻ. അതുകൊണ്ട് തന്നെ വിശ്വാസികൾ എന്ന നിലയിൽ കൂടുതലായി വിശുദ്ധ ഖുർആനോട് അടുക്കുകയും വിശുദ്ധ ഖുർആൻ ഓതുകയും അത് പഠിക്കുകയും അതിനെക്കുറിച്ച് ആലോചിക്കുകയും ചെയ്യുന്ന ഒരു മാസം കൂടിയാണ് വിശുദ്ധ റമദാൻ. പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാൻ സാധിക്കും, ആതാക്കും റമദാൻ ഷഹ്റു ബർക, നിങ്ങൾക്കിതാ അനുഗ്രഹത്തിന്റെ റമദാൻ ഇതാ വന്നെത്തിയിരിക്കും. യഗ്ഷാകുമുല്ലാഹു ഫീഹി, അതിൽ അല്ലാഹു അവന്റെ കാരുണ്യം പൊതിയുന്ന മാസമാണ്. ഫയൻസിലു റഹ്മ വയഹുദ്ദുൽ ഖതായ, മനുഷ്യർക്ക് പടച്ചവന്റെ കാരുണ്യം ഇറക്കുകയും മനുഷ്യരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുകയും ചെയ്യുന്ന മാസമാണ്. അതുപോലെ തന്നെ പ്രാർത്ഥനക്ക് ഉത്തരം നൽകുന്ന മാസമാണ് വിശുദ്ധ റമദാൻ. അതുകൊണ്ട് തന്നെ വിശ്വാസികൾ എങ്ങനെയാണ് ഒരു റമദാനിനെ വരവേൽക്കുന്നത്
അല്ലെങ്കിൽ ഒരു റമദാൻ എങ്ങനെയാണ് നമ്മൾ വിനിയോഗിക്കുന്നത് എന്ന് പടച്ച തമ്പുരാൻ ശ്രദ്ധിക്കുന്നുണ്ട്. പടച്ച തമ്പുരാൻ നോക്കുകയാണ്. നിങ്ങളുടെ മത്സരം അല്ലാഹു തആല നോക്കുകയാണ്. മത്സരം എന്ന് പറയുന്നത് പുണ്യകർമ്മങ്ങളിൽ നമ്മൾ എത്രമാത്രം ഓരോരുത്തരും നിരതരാകുന്നുണ്ട്, നമ്മൾ എത്രമാത്രം വിശുദ്ധ ഖുർആൻ വായിക്കുവാനും പഠിക്കുവാനും ഈ മാസത്തിൽ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്, എത്രമാത്രം നമ്മൾ ദാനധർമ്മങ്ങളും മറ്റ് ഐച്ഛികമായിട്ടുള്ള ധർമ്മങ്ങളും നമ്മൾ എത്രമാത്രം ഈ റമദാനിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട്, നമ്മുടെ ശരീരവും മനസ്സും നമ്മുടെ ഉദ്ദേശങ്ങളുമെല്ലാം എത്രമാത്രം ഈ റമദാനിനെ സ്വാഗതം ചെയ്യാൻ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. നമ്മുടെ വീടും പരിസരവും പള്ളിയുടെ പരിസരവും ഒക്കെ വിശ്വാസികളെ സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ടാവും. പക്ഷെ നമ്മുടെ മനസ്സുകൾ നമ്മൾ ഈ റമദാനെ സ്വീകരിക്കാൻ തയ്യാറാക്കിയിട്ടുണ്ടോ? കഴിഞ്ഞ റമദാനിലുള്ളതിനേക്കാൾ കൂടുതലായി, ചെയ്തതിനേക്കാൾ കൂടുതലായി എന്തെങ്കിലും ഒരു നന്മ ചെയ്യണം, എന്തെങ്കിലും കൂടുതലായി ഒരു ഖൈറ് ചെയ്യണം എന്ന് നമ്മുടെ മനസ്സുകളിൽ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടോ? അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, പടച്ചതമ്പുരാൻ പടച്ചതമ്പുരാൻ നിങ്ങളുടെ മത്സരം പടച്ചതമ്പുരാൻ നോക്കുകയാണ്. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഓതിയതിനേക്കാൾ കൂടുതലായി ഓതുവാനും, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒരു സൂറയുടെ അർത്ഥമാണ് പഠിച്ചതെങ്കിൽ ഇപ്രാവശ്യം 2 സൂറത്തിന്റെ അർത്ഥം പഠിക്കുവാനും അതിന്റെ ആശയം ഗ്രഹിക്കാനും നമ്മൾ തയ്യാറാകുന്നുണ്ടോ? കൂടുതൽ സമയം പള്ളിയിൽ ഇരിക്കാൻ നമ്മൾ തയ്യാറാകുന്നുണ്ടോ? ചില തീരുമാനങ്ങൾ നമ്മൾ എടുക്കേണ്ടതുണ്ട്. അതിനാണ് റമദാനിന്റെ ഈ ഒരു മുന്നൊരുക്കം നമ്മളിൽ ഉണ്ടാകേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് തുടരുകയാണ്, അല്ലാഹു അവന്റെ മലക്കുകളുടെ അടുത്ത് വിശ്വാസികളെ കുറിച്ച് പെരുമ പറയുന്നവരുണ്ട്. മലക്കുകളോട് അല്ല പറഞ്ഞു കൊടുക്കണം, കണ്ടോ റമദാൻ വന്നപ്പം എന്റെ വിശ്വാസികളായിട്ടുള്ള ആളുകൾ പള്ളി റെഡിയാക്കി സൗകര്യപ്പെടുത്തി, അവിടെ ഭക്തന്മാരായിട്ടുള്ള ആളുകൾ ചെയ്യുന്ന ആരാധനാ കർമ്മത്തിന് കാണിക്കുന്ന ഉത്സാഹം നോക്ക്. മറ്റു മാസങ്ങളെ പോലെയല്ല, ഈ മാസങ്ങളിൽ ജമാഅത്ത് നമസ്കാരങ്ങൾക്കും പുണ്യകർമ്മങ്ങൾക്കും ആളുകൾ തിക്കിത്തിരക്കുന്നത് നിങ്ങൾ നോക്കൂ എന്ന് മലക്കുകളോട് അല്ലാഹു പറയുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞു, അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും നന്മ നിങ്ങൾ കാണിക്കുക. കൂടുതലായി ഈ ഒരു റമദാൻ, നമുക്കറിയാം നമ്മുടെ കൂടെ കഴിഞ്ഞ റമദാനിലുള്ള ആളുകൾ ഇന്ന് പലരും നമ്മുടെ കൂടെ ഇല്ല. ഈ റമദാൻ തന്നെ നമുക്ക് ലഭിക്കുമോ എന്ന് നമുക്ക് ഉറപ്പില്ല. ഇനി തൊട്ടടുത്ത റമദാൻ നമ്മുടെ മുമ്പിൽ ഉണ്ടാകുമോ എന്ന് നമുക്ക് ഉറപ്പില്ല. അതുകൊണ്ട് വന്നിരിക്കുന്ന അവസരം, നമുക്ക് ലഭിച്ചിരിക്കുന്ന അവസരം പരമാവധി പുണ്യത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ കാരുണ്യം തടയപ്പെട്ടവരാണ് ദൗർഭാഗ്യവാൻ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അപ്പൊ അള്ളാഹുവിന്റെ കാരുണ്യം നമുക്ക് ലഭിക്കണം, അള്ളാഹുവിന്റെ റഹ്മത്ത് നമുക്ക് ലഭിക്കണം. അള്ളാഹുവിന്റെ റഹ്മത്ത് ലഭിക്കാൻ പടച്ചവൻ പറഞ്ഞതുപോലെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയും റഹ്മത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയുമാണ്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പൊ മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന, ആദ്യ പ്രാർത്ഥന ഉണ്ടല്ലോ, ആ പ്രാർത്ഥന പറഞ്ഞ റബ്ബനാ ലലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ. സത്യത്തിൽ അവിടെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് തഗ്ഫിർ ലനാ എന്ന് പറഞ്ഞ് മതിയാക്കാമായിരുന്നു. കാരണം തെറ്റ് ചെയ്തപ്പം പാപമോചനം നേടാം. പടച്ചോനെ ഞങ്ങൾ ഇങ്ങനെ ചെയ്തു പോയി, ഞാനും എന്റെ ഭാര്യയും, അതുകൊണ്ട് ഇനി ഞങ്ങൾക്ക് ആ പാപം പൊറുത്തു തരണമേ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ മതിയാക്കിയില്ല. അള്ളാഹു നമ്മുടെ പാപങ്ങൾ പൊറുത്തു തരികയും പടച്ചവന്റെ കാരുണ്യം ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമേ. അപ്പൊ പടച്ചവന്റെ കാരുണ്യം നമുക്ക് കിട്ടണം, ദുനിയാവിലും കിട്ടണം, ആഖിറത്തിലും കിട്ടണം. അപ്പൊ അതിനു വേണ്ടിയുള്ള പണികൾ നമ്മൾ ചെയ്യണമെന്നാണ് ഈ റമദാനിൽ കൊണ്ട് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ കാണാൻ സാധിക്കും, റമദാൻ വരുന്നതിന് മുമ്പ് തന്നെ നബിയും സഹാബാക്കളും ഇതിനെ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായിരുന്നു. റമദാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിന്റെ ആഗമനം സഹാബികൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുമായിരുന്നു. റമദാനാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് പുണ്യങ്ങളുടെ പൂക്കാലമാണ്, കൂടുതൽ സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള അവസരമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിയോട് പറയും, ജാഅക്കും ശഹ്റു റമദാൻ ശഹ്റു മുബാറക്. റസൂലുള്ളാഹിന്റെ പദത റമദാൻ മാസം എന്ന് പറഞ്ഞാൽ
അത് ബർക്കത്തിന്റെ മാസമാണ്, പുണ്യങ്ങളുടെ മാസമാണ്, അനുഗ്രഹത്തിന്റെ മാസമാണ്. അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാം സൂറത്ത് അൽ-ബഖറയിൽ 183, 84, 185 ഈ 3 വചനങ്ങളിൽ എന്താണ് നോമ്പ്, എന്തിനാണ് നോമ്പ് എന്ന് വളരെ കൃത്യമായി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം, വിശ്വാസികളെ നിങ്ങൾക്കിതാ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. നമുക്ക് പരിചിതമായ ആയത്താണ്. ഈ 3 ആയത്തുകളിൽ നോമ്പ് എന്താണ് എന്നും നോമ്പിന്റെ ഉദ്ദേശം എന്താണ് എന്നും നോമ്പ് ആർക്കൊക്കെയാണ് നിർബന്ധമെന്നും എല്ലാം അള്ളാഹു കൃത്യമായി നമുക്ക് പഠിപ്പിച്ചിരുന്നുണ്ട്. സത്യവിശ്വാസികളെ നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. കമാ കുതിബ അലല്ലദീന മിൻ ഖബലികും, ഇത് നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ പൂർവികന്മാരായ എല്ലാ മതവിഭാഗങ്ങളും, ലോകത്ത് ഏതെല്ലാം മതവിഭാഗങ്ങളുണ്ടോ എല്ലാ മതവിഭാഗങ്ങൾക്കും നമ്മൾ നോക്കുന്ന നോമ്പിനെ പോലെയല്ല എങ്കിലും വ്രതം എന്ന് പറയുന്ന ഒരു ആരാധനാ കർമ്മം എല്ലാ മതങ്ങളിലുമുണ്ട്. ഇപ്പൊ പൗരാണികമായ ഈജിപ്ഷ്യൻ സംസ്കാരത്തിൽ ഇപ്പൊ എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക വളരെ കൃത്യമായി ആ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. ഇത് മുസ്ലിങ്ങൾക്ക് മാത്രമുള്ള ഒരു ആരാധനാ കർമ്മമല്ല നോമ്പ്. എല്ലാ മതസമൂഹങ്ങളിലും ഇപ്പൊ ബുദ്ധമതത്തിൽ, ജൈനമതത്തിലൊക്കെ ഈ നോമ്പ് എന്ന് പറഞ്ഞാൽ ഒന്നും കൂടി കഠിനമാണ്, വളരെ പ്രയാസകരമാണ്. അത് 40 ദിവസത്തോളം അവരെ മതാധ്യക്ഷന്മാർ നോക്കുന്ന നോമ്പുണ്ട്. ആ 40 നോക്കെങ്കിൽ ഒരു നോമ്പായി അവർക്ക് പരിഗണിക്കൊള്ളുന്ന, ഇന്നും ചിലപ്പോ ഗുജറാത്തിന്റെ ഒക്കെ ചില ഭാഗങ്ങളിൽ ഈ നോമ്പ് അനുഷ്ഠിക്കുന്ന ജൈന മതക്കാരുണ്ടെന്ന. അതുപോലെ തന്നെ ഹൈന്ദവ സഹോദരന്മാരുടെയും നമുക്കറിയാം പലതരത്തിൽ അറിയപ്പെടുന്ന നോമ്പുകളുണ്ട്, വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ മതവിഭാഗമായ ക്രൈസ്തവ സമൂഹം അവരൊരു പ്രത്യേക കാലഘട്ടങ്ങളിൽ നോമ്പ് അനുഷ്ഠിക്കുന്നുണ്ട്. ജൂതമതത്തിന്റെ ആളുകൾ എല്ലാ മതവിഭാഗങ്ങളിലും ഈ രൂപങ്ങളിൽ അല്ലെങ്കിൽ അതിന്റെ രൂപവും ഭാവവും ചിലപ്പോൾ വ്യത്യാസമുണ്ട് എങ്കിലും ചിലർക്ക് അരിഭക്ഷണം പാടില്ല, ചിലർക്ക് വേറെ ചില നിബന്ധനകളുണ്ട്. വ്രതം എന്ന് പറയുന്ന ഈ സംവിധാനം, ഈ ആരാധനാ കർമ്മം വിശ്വാസികളോട് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത് ഇത് നിങ്ങൾക്ക് മാത്രമുള്ള സംഗതിയല്ല, പൂർവികന്മാരായ എല്ലാ ആളുകൾക്കുമുണ്ട്. എന്തിനാണ് നോമ്പ്? ലഅല്ലക്കും തഖ്തഖൂൻ, നിങ്ങൾക്ക് സൂക്ഷ്മത ഉണ്ടാകാൻ വേണ്ടി, ഭയഭക്തി ഉണ്ടാകാൻ വേണ്ടി, ദോഷബാധയെ അകറ്റാൻ വേണ്ടി, അങ്ങനെ അർത്ഥമായി പണ്ഡിതന്മാർ നൽകിയിട്ടുണ്ട്. അപ്പൊ ഇതിനാണ് അല്ലാഹു തആല നോമ്പ് നമ്മോട് നിർബന്ധമാക്കിയിരിക്കുന്നത്. എന്നിട്ട് തുടർന്നുള്ള വരികയാണ് അയ്യാമ മാദൂദാത്തി, നിങ്ങൾക്ക് എണ്ണപ്പെട്ട ദിവസങ്ങളിൽ മാത്രമാണ് നോമ്പുള്ളത് എന്ന് പറഞ്ഞാൽ 29 ഓ 30. അതാണ് അതിനർത്ഥം. റമദാനിലെ ഫമൻകാന മിൻകും മരീദൻ ഔ അലാ സഫരി, ഇനി അളവുള്ള ആളുകളെ കുറിച്ച് എന്താ പറയാണ്? നിങ്ങൾ ആരെങ്കിലും രോഗികളോ അല്ലെങ്കിൽ നിങ്ങൾ യാത്രക്കാരോ ആണെങ്കിൽ അന്ന് അതിന് പകരമായി റമദാൻ കഴിഞ്ഞിട്ട് നിങ്ങൾ ആ നോമ്പ് നോറ്റ് വീട്ടിയാൽ മതി. ഇവിടെ നമുക്കറിയാവുന്ന ഒരു സംഗതിയാണ്, രോഗി എന്ന് പറയുമ്പോ, യാത്രക്കാരൻ എന്ന് പറയുമ്പോ പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചിരിക്കുന്നത്, രോഗം എന്ന് പറയുമ്പോൾ നമ്മൾ ആ നോമ്പ് നോറ്റാൽ, രോഗിയായിക്കൊണ്ട് നമ്മൾ നോമ്പ് നോക്കുകയാണെങ്കിൽ നമ്മുടെ രോഗം സുഖപ്പെടുന്നത് വൈകുകയോ അല്ലെങ്കിൽ രോഗം മൂർച്ഛിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അത്തരം ആളുകൾ നോമ്പ് നോക്കേണ്ടതില്ല. അല്ലാതെ ഇപ്പൊ നമുക്കറിയാം, നമ്മളൊക്കെ പല ആളുകളും ഇപ്പോഴും രോഗികളാണ്, പലരും മരുന്ന് കുടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ അത് എല്ലാവർക്കും രോഗി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ പണ്ഡിതന്മാരെ വിശദീകരിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ ഒരു നോമ്പ് നോറ്റാൽ ആ നോമ്പ് കൊണ്ട് നമ്മുടെ രോഗം സുഖപ്പെടുന്നത് വൈകും എന്ന് നമുക്ക് മനസ്സിലാകണം, ഈ ഡോക്ടർ പറയണം. അല്ലെങ്കിൽ നിങ്ങൾ ആ നോമ്പ് നോറ്റാൽ നിങ്ങളുടെ രോഗം സുഖപ്പെടുന്നത് വൈകും അല്ലെങ്കിൽ മൂർച്ഛിക്കും എങ്കിൽ നിങ്ങൾക്ക് നോമ്പ് ഒഴിവാക്കാനുള്ള അളവാണ് ഇത്. അതിനെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റുള്ളൂ. മറ്റൊന്ന് യാത്രയാണ്. യാത്ര എന്ന് പറയുമ്പോൾ ഇത്ര കിലോമീറ്റർ യാത്ര ചെയ്താൽ നോമ്പ് ഒഴിവാക്കാം എന്ന് നമുക്ക് കൃത്യമായി പറയാൻ പറ്റില്ല. കാരണം അത് ആപേക്ഷികമാണ്. പലർക്കും പല ശാരീരിക പ്രകൃതിയും ആരോഗ്യമുള്ള ആളുകളാണ്. അപ്പൊ നമുക്ക് ആ യാത്ര കൊണ്ടാവും. മാത്രമല്ല, ഇന്നിപ്പോ യാത്രാ സൗകര്യങ്ങൾ വളരെ വർദ്ധിച്ച കാലമാണ്, ആധുനിക സൗകര്യങ്ങളുള്ള കാലമാണ്. റസൂലുള്ളാഹിന്റെ കാലഘട്ടങ്ങളിൽ പോയിരുന്ന കഴുതപ്പുറത്തും ഒട്ടപ്പുറത്തും ഒന്ന് പോയ മാതിരിയല്ലല്ലോ. ഇന്നിപ്പോ എയർ കണ്ടീഷൻ ചെയ്ത വാഹനങ്ങളാണ് അധികം ഉള്ളത്. അപ്പൊ സ്വാഭാവികമായും ഇന്ന് കിലോമീറ്ററുകൾ സഞ്ചരിച്ചാലും ഒരാൾക്ക് ക്ഷീണം വരില്ല. അപ്പൊ നമുക്ക് ആ യാത്ര കൊണ്ട് പ്രയാസമുണ്ട് എങ്കിൽ, ചിലപ്പോ എനിക്ക് പ്രയാസമുള്ളത് നിങ്ങളിൽ പലർക്കും പ്രയാസം ഉണ്ടാവില്ല, നിങ്ങളിൽ പലർക്കും പ്രയാസമുള്ളത് മറ്റുള്ളവർക്ക് പ്രയാസം ഉണ്ടാവില്ല. അപ്പൊ നമ്മളാണ് തീരുമാനിക്കേണ്ടത്, ഓരോരുത്തരും തീരുമാനിക്കുക. ആ യാത്ര കൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, നോമ്പെടുക്കാൻ കഴിയൂല,
എങ്കിൽ നിങ്ങൾക്ക് നോമ്പ് ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. അല്ല അതുകൊണ്ട് പ്രയാസം ഉണ്ടാവുകയില്ല എങ്കിൽ നോമ്പെടുക്കുന്നത് തന്നെയാണ് നല്ലത്. ഇതേ അതിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ബാലല്ലദീന വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചു, അയ്യാമ മാദൂദാത്തിൻ ഫമൻ കാന മിൻകും മരീദൻ ഔ അലാ സഫരിൻ ഫഇദ്ദത്തു മിൻ അയ്യാമിൻ ഉഖ്റ. ഇനി ബാലല്ലദീന യുതീഖൂനഹു ഫിദിയത്തുൻ തആമു മിസ്കീൻ. ഇനി ഞെങ്ങി ഞെരുങ്ങി പ്രയാസപ്പെട്ടുകൊണ്ട് നോമ്പ് നോക്കുന്ന ആളുകൾ, അങ്ങനത്തെ ആളുകൾ നോമ്പ് നോക്കേണ്ടതില്ല. അതിനെ കുറിച്ച് പണ്ഡിതന്മാർ വിശദീകരിച്ച് നമുക്കറിയാം. ഇപ്പൊ വയോവൃദ്ധന്മാരായിട്ടുള്ള നമ്മുടെ മാതാപിതാക്കളുണ്ടോ, പറ്റ വയസ്സത്തിന് ഇനിയൊരു നോമ്പ് നോക്കാൻ ഇനി അവസരം ഉണ്ടാവില്ല, അത്രയും വാർദ്ധക്യമാണ്. അതുപോലെ തന്നെ മാറാരോഗികളായിട്ടുള്ള ആളുകൾ ഒരിക്കൽ നോമ്പ് വേറെ ദിവസം നോറ്റ് വിട്ടാൻ കഴിയില്ല, മാറാരോഗ്യം. ഇപ്പൊ ക്യാൻസർ രോഗികളോ അങ്ങനെ കിഡ്നി രോഗികളൊക്കെ ആണെങ്കിൽ പിന്നീട് നോറ്റ് വിട്ടാൻ തന്നെ അസാധ്യം. അങ്ങനത്തെ ആളുകളുണ്ട് എങ്കിൽ അവർക്ക് എന്ത് ചെയ്താൽ മതി, അവർ നോമ്പ് നോക്കേണ്ടതില്ല. അതിന് പകരമായി ഓരോ ദിവസത്തിനും ഫിദിയത്തുൻ തആമു മിസ്കീൻ, ഒരു മിസ്കീനിനുള്ള ഭക്ഷണമാണ് അവർ ഫിദിയായി നൽകേണ്ടത്. ഇപ്പൊ നമ്മളൊക്കെ വീട്ടിൽ നമ്മളെ ഉമ്മാരോ അല്ലെങ്കിൽ വല്യമാരോ വല്യപ്പാരൊക്കെ ഉണ്ടാവും. അപ്പൊ എത്ര നോമ്പാണോ അവർക്ക് നഷ്ടപ്പെട്ടത്, ആ നഷ്ടപ്പെട്ട നോമ്പിന് ഒരു പാവപ്പെട്ടവന്റെ ഭക്ഷണം നൽകണം. ഇതാണ് ഖുർആൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നത്. ഫമൻ തതവ്വ ഖൈറൻ ഫഹുവ ഖൈറുൻ ലഹു. ഇനി നന്മ ഐച്ഛികമായി ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത് നല്ലത് തന്നെയാണ്. ഈ ആയത്തിന്റെ ശകലത്തെ കുറിച്ച് രണ്ട് വ്യാഖ്യാനമുണ്ട്. ഒന്ന്, പറ്റുമെങ്കിൽ നോമ്പ് നോക്കലാണ് നല്ലത്. അല്ല, ഈ ഇളവ് നൽകപ്പെട്ടിരിക്കുന്ന ആളുകൾ അവർക്ക് വേണമെങ്കിൽ എന്തും ചെയ്യാം, ഭക്ഷണം നൽകുകയും ചെയ്യാം എന്ന് ഖുർആനിന്റെ വ്യാഖ്യാതാക്കൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ നോമ്പ് നോക്ക് തന്നെയാണ് നിങ്ങൾക്ക് നല്ലത് എന്ന് പറഞ്ഞാൽ, ഒരു യാത്രക്കാരനാണെങ്കിലും അതുപോലെ തന്നെ ഒരു രോഗിയാണെങ്കിലും നോമ്പ് നോക്കാൻ സാധിക്കുമെങ്കിൽ കാരണം പിന്നീട് നോട്ട് കിട്ടണല്ലോ. അപ്പൊ ഇപ്പൊ അങ്ങനെ ആ റംസാന്റെ കൂടെ എല്ലാവരും നോമ്പ് നോക്കുന്നതോട് കൂടെ പോവുകയാണെങ്കിൽ അതാണ് നല്ലത്. എന്നാൽ പ്രയാസപ്പെട്ട് നോമ്പ് നോക്കേണ്ട ഒരു ആവശ്യവുമില്ല. അങ്ങനെ ഉണ്ടാവും എങ്ങനെയെങ്കിലും ഒക്കെ കണ്ട് ഇടങ്ങാറായിട്ട്, അത് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും പ്രോത്സാഹിപ്പിച്ച സംഗതിയല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഒരു സംഭവം കാണാൻ സാധിക്കും. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ സഫരി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും ഒരു യാത്ര പോവുകയായിരുന്നു. ഫറഅ സിഹാമൻ വറജുലൻ, അപ്പോൾ ഒരു ആൾക്കൂട്ടത്തെ കണ്ടു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. വറജുലൻ ഖദ് ദുല്ലില അലൈഹി, ഒരു മനുഷ്യൻ ആ കൂട്ടത്തിലുണ്ട്. ആൾക്കൂട്ടത്തിനിടയിൽ അയാൾക്ക് തണലിട്ട് കൊടുത്തിട്ടുണ്ട് സഹാബികളൊക്കെ പാടെ. ഫഖാല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാ ഹാദാ, എന്താ ഇയാൾക്ക് ഇങ്ങനെ തണലിട്ട് കൊടുക്കുന്നത്? ഫഖാല, അപ്പൊ ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു സഹാബി പറഞ്ഞു, സായിമൻ, അയാൾ നോമ്പ് നോറ്റ് ക്ഷീണിച്ചതാണ് നബിയെ, അപ്പൊ അയാൾക്ക് ആ തണലിട്ട് കൊടുത്തതാണ്. ഫഖാല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ മിനൽ ബിരി അസ്സിയാമു ഫി സഫർ, യാത്രയിൽ നോമ്പ് നോക്കുക എന്നുള്ളത് പുണ്യകരമായ സംഗതിയല്ല എന്ന് പറഞ്ഞാൽ, പ്രയാസപ്പെട്ടുകൊണ്ട് യാത്രയിലാണെങ്കിലും രോഗികളാണെങ്കിലും നോമ്പ് നോക്കേണ്ട ആവശ്യമില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നു. അതുപോലെ തന്നെ തുടർന്നുകൊണ്ടുള്ള ആയത്ത് 185-ാമത്തെ ആയത്ത് അല്ലാഹു സൂചിപ്പിക്കുന്നു, ശഹ്റു റമദാനില്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. എന്തുകൊണ്ടാണ് റമദാനിൽ നോമ്പ് നോക്കാൻ വേണ്ടി പറഞ്ഞത്? അത് പലപ്പോഴും അതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. കാരണം മനുഷ്യരുടെ, ലോകത്തുള്ള മനുഷ്യരുടെ മോചനത്തിന് വേണ്ടിയുള്ള സന്മാർഗ ദർശനമാണ് വിശുദ്ധ ഖുർആൻ. ഈ വിശുദ്ധ ഖുർആനിന്റെ വില, അതിന്റെ മൂല്യം മുസ്ലിങ്ങളായിട്ടുള്ള പലർക്കും മനസ്സിലായിട്ടില്ല. നമ്മളിത് ഓതാൻ ഉപയോഗിക്കുന്ന ഒരു മുസാഫ് എന്നതിന്റെ അപ്പുറമായി നമ്മുടെ ജീവിതത്തിന്റെ ദർശനമാണത്. എങ്ങനെയാണ് ഒരു മനുഷ്യൻ ജീവിക്കേണ്ടത്, അവന്റെ സാമ്പത്തിക ഇടപാടുകൾ എങ്ങനെയായിരിക്കണം, അവന്റെ കുടുംബജീവിതം എങ്ങനെയായിരിക്കണം, അവന്റെ സുഹൃത്തുക്കളോടുള്ള ബന്ധം എങ്ങനെയായിരിക്കണം, അവന്റെ അയൽപ്പക്കക്കാരോടുള്ള ബന്ധം എങ്ങനെയായിരിക്കണം, ഒരു രാഷ്ട്രത്തിൽ അവൻ ജീവിക്കുമ്പോൾ എങ്ങനെ നിലപാടുകൾ സ്വീകരിക്കണം, മാതാപിതാക്കളോട് മക്കൾക്കുള്ള കടമ എന്താണ്, മാതാപിതാക്കൾക്ക് മക്കളോട്, മക്കൾക്ക് മാതാപിതാക്കളോടുള്ള കടമ എന്താണ്, ഇങ്ങനെ ജീവിതത്തിൽ നമ്മളുടെ എല്ലാ സ്പർശിയായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാമർശിക്കുന്ന ഒരു വിശുദ്ധ ഖുർആൻ, ആ ഖുർആൻ ലോകത്തിന് കിട്ടി എന്ന് പറഞ്ഞാൽ അത് മഹാ അത്ഭുതം.